ഞാനാണോ ഇത് കൊണ്ടുപോയി കുഴിച്ചിടേണ്ടത്? അതെ. ഇങ്ങ് തന്നോളൂ ദേവി. അയ്യോ. ഇന്നാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. സന്ദീപ് വാര്യരെ കുറിച്ച് പലർക്കും പല അഭിപ്രായമാണ്. എനിക്കും ഒരു അഭിപ്രായമുണ്ട്. എന്റെ അഭിപ്രായം എവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ ഷൈനി ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട്. ചേച്ചി കലിപ്പിലാണേ. എനിക്ക് അത്ര വിശ്വാസമില്ല കേട്ടോ. നിനക്ക് ഇതൊക്കെ എവിടുന്ന് കിട്ടി? ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. അപ്പൊ ചേച്ചി കലിപ്പിലായതുകൊണ്ട് മാത്രമല്ല, സന്ദീപ് വാര്യരുടെ കാര്യം ആയതുകൊണ്ട് ചേച്ചി എന്തൊക്കെ ദൂഷിച്ചു പറയുമെന്ന് പറഞ്ഞു. ചേച്ചി ദുഷിച്ചു പറയുമ്പം ഞാനും ദുഷിച്ചു പറയും. ചേച്ചി നല്ലത് പറഞ്ഞാൽ ഞാനും നല്ലത് പറയും. അയ്യേ, അതെന്തൊരു പേര്? ആരെന്തോ ആട്ടെ, വാ നമുക്ക് മുഖം കാണിക്കാം. ബാക്ക് കണ്ട ശകുന്തള, ഫ്രണ്ട് കണ്ട ഡ്രാക്കുള. രാവിലെ തന്നെ തുടങ്ങിയോടാ. സമയം പോയത് മിച്ചം. ആദ്യമേ നമ്മൾ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. അപ്പൊ നിങ്ങൾ ചോദിക്കരുത് ഞാൻ സംഖ്യയാന്ന്. സംഖ്യയാണല്ലോ മാപ്പ് പറയണത്. ഞാൻ ക്ഷമയാണ് പറഞ്ഞത്, മാപ്പല്ല പറഞ്ഞത്. ക്ഷമയും മാപ്പും ഡിഫറന്റ് ആണ്. അവന്റെ കയ്യിലുള്ള ബ്ലേഡാണ്. അത് വെച്ചിട്ട് പോന്തല്ലേ ആഹാരം കഴിക്കാൻ പറ്റൂല. നീ ചത്തു. അത് തന്നെ മാപ്പെന്ന് പറഞ്ഞാൽ കാല് നക്കല്, മറ്റേത് ക്ഷമ. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. ചേച്ചി എന്തൊക്കെ പറയണം, നമുക്ക് ചേച്ചിയുടെ വാക്കുകളിൽ കൂടെ സഞ്ചരിക്കാം. നമസ്കാരം നമസ്കാരം നമസ്കാരം. മുഖവിലയില്ലാതെ ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. ഇതിൽ ന്യായമുണ്ട്. ചേച്ചിക്ക് ദേഷ്യം വന്നത് അവിടെയാണ്. ഓക്കെ, ബാക്കി കേൾക്കാം. ഒരു മതേതര പാർട്ടിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ മതേതര പാർട്ടി ഈ ഒരു വിഭാഗക്കാരന്റെ മാത്രം കാലിക്കടയിൽ കുടിക്കുന്നത്? ഞാൻ എന്റെ ഭാഷ എനിക്ക് എന്റെ ചെക്കനില്ല, പറ്റണില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം കൂടുതലാണ്. ഞാൻ വിട്ടുകൊടുക്കില്ല. മോശമാക്കാൻ തന്നെ തീരുമാനിച്ചതാണ് ഈ ഒരു വിഷയത്തിലായതുകൊണ്ട്. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആള് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആളായതുകൊണ്ട് ഇന്ന് എന്റെ ഭാഷ മഹാമോശം തന്നെയാണ്. അങ്ങനെ മോശമാണെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 കുട്ടികളായിട്ട് കഴിയേണ്ട സമയമായി. വിഷമിക്കണ്ട, മോളുടെ കാര്യം കുഞ്ഞുട്ടേട്ടനെ ഏറ്റു. അല്ല ചേച്ചി, ഇങ്ങനെ നിങ്ങളെ കൂടെ അല്ലായിരുന്നു ഉണ്ടായിരുന്നേനു. ഇങ്ങനെ ഇപ്പുറത്തോട്ട് വന്നപ്പോ അങ്ങനെ മോശമായി. കാലിന്റെ ഇടയിൽ നിന്നായി. ഓക്കെ, കാലിന്റെ ഇടയിൽ യു മീൻ കാലിന്റെ ഇടയിൽ മനസ്സിലാക്കാതെ ഓക്കെ, ഡണ്ണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ദേശീയ പാർട്ടിയാണ്, മതേതര പാർട്ടിയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പാലക്കാട് തങ്ങളുടെ കാലിക്കടയിൽ പോയിരിക്കുന്നത്? ഇനിയിപ്പോ നിങ്ങൾക്ക് അവിടെ വെച്ചിരുന്ന പ്രസംഗത്തിലൊന്നും കൂടി നമുക്കുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ ഭരണസുന്നത്തൊന്നും കുട്ടികളെ പിടിച്ചിട്ട് പിന്നെ ചെത്തുന്ന പോലും ചെത്താൻ പറ്റില്ല. കാരണം വാര്യരുടെ അവിടുന്ന് കൈവിട്ട് പോയതാണ്. അപ്പൊ വാര്യരുടെ വല്ല കുട്ടിയും വെച്ച് ചെത്തേണ്ടി വരും. പാടുണ്ട്, ഒരുപാട് പണി. അപ്പൊ ഞാൻ ചേച്ചിയുടെ പ്രശ്നം ഇങ്ങേര് പാണക്കാടലി തങ്ങളെ കാണാൻ പോയതാണോ, അതോ ഈ പറയുന്ന സന്ദീപ് വാര്യരുടെ സുന ചെത്തുന്നതാണോ? അതെന്തിനാ ചേച്ചി? വയസ്സും പ്രായമൊക്കെ ആയില്ലേ ചേച്ചി? ഈ പ്രായത്തിലും കുത്തിക്കിടപ്പിന് ഒരു കുറവും ഇല്ലല്ലയോ? ചെറുക്കന്റെ അണ്ടി മേലാണ് നോട്ടം. അതാണ് പ്രശ്നം. എവിടെ പോകുന്നു? കണ്ടു ഇതിന്റെ അകത്തേക്ക് ആരെ കാണുമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. കൊള്ളാം എന്തായാലും. അല്ല, ഓന്റെ അണ്ടി ചെത്തിയാലും ചെത്തിയില്ലേലും ഓന്റെ പെണ്ണുമ്പിളയ്ക്കും പ്രശ്നം വരും, അല്ലെങ്കിൽ ഓന്റെ കുടുംബക്കാർക്കൊക്കെ കരച്ചിൽ വരും. ചാച്ചി എന്തിനാ ചേച്ചി കരയുന്നത്? അല്ല, ചേച്ചി സന്ദീപണ്ണന്റെ പഴയ കുറ്റിയറ്റാണ്. എന്തോ ചേച്ചിയുടെ അണ്ടി പ്രശ്നം നമുക്കൊന്ന് പരിഹരിച്ചു കൊടുക്കാം. ചേച്ചി പറ ചേച്ചി ബാക്കി. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടിയുടെ ഗതികേട് പാണക്കാട് തറവാടിന്റെ പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയി എന്തെങ്കിലും പാർട്ടി ഒന്നുമല്ല. ചെറിയൊരു ഉപദേശം തരാം. അപ്പൊ ഈ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘടക കക്ഷിയാണ് മുസ്ലിം ലീഗ്. അപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവർക്ക് ഈ വെപ്രാളം വരുന്നത്. ആക്ച്വലി അത് കോൺഗ്രസിന്റെ ഒരു ഘടക കക്ഷിയാണ്. എനിക്ക് റെസ്റ്റ് എടുക്കണം, വല്ലാത്ത ക്ഷീണം. ആയിക്കോട്ടെ, പക്ഷെ ഈ റെസ്റ്റ് എന്നും വേണ്ടി വരുമോ? ഇല്ല, വർക്കിംഗ് ഡേയ്സിൽ മാത്രം. അതിപ്പോ എല്ലാത്തിനും ഉണ്ട്. BJPക്ക് ഉണ്ടല്ലോ ഘടകകക്ഷിയാണ് RSS, ശിവസേന, ശവസേന, മുയ്സേന, മറ്റു അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ അതുപോലെ ഒരു ഘടകകക്ഷി മാത്രമാണ് നമ്മുടെ മുസ്ലിം ലീഗ്. അംഗങ്ങൾക്കൊന്നും ഒരു ഭംഗവും ദൈവാധീനം കൊണ്ട് സംഭവിച്ചില്ല. അപ്പൊ അതൊരു പ്രഷർ ഗ്രൂപ്പാണ്. അത് ഞാൻ പറയാതെ അറിയാമല്ലോ. നമ്മുടെ കേരളത്തിലെ ആകെ ശതമാനത്തിൽ 26% വരുന്നത് മുസ്ലിംസ് തന്നെയാണ്. അതൊരു പ്രഷർ ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് എല്ലാവരും പോയി അവരെ തൊഴുന്നത്.
അങ്ങനെ പറ്റൂലൂ. കാരണം അവരൊരു പ്രഷർ ഗ്രൂപ്പ് തന്നെയാണ്. 26% എന്ന് പറയുന്നത് ചെറിയ പെർസെന്റേജ് അല്ല. ഇനി ഇവിടെയുള്ള ഹിന്ദുമത വിശ്വാസികളെല്ലാം തന്നെ വിഭാഗീയതയുണ്ട്. 12% നായന്മാരുണ്ട്, NSSകാര്. നീ മറ്റേ SNDP അവർ 23 ഉള്ളൂ, ഓർത്തോണം. സംസാരം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. 23% ആ വിഭാഗത്തിലുള്ളത്. പക്ഷെ അതിനെക്കാട്ട് ഒരുപടി മേലെ നിൽക്കുകയാണ് നമ്മന്റെ ഗ്രൂപ്പ് 26. അപ്പൊ അത് പ്രഷർ ഗ്രൂപ്പാണ്. പുതിയതാ അല്ല, സെക്കൻഡ് ഹാൻഡ്. അതിന്റെ കൂടെ അവർക്കൊരു ഘടകകക്ഷിയായിട്ട് മുസ്ലിം ലീഗ് അവിടെ നിൽക്കുമ്പോൾ അവരെ പോയി കാണുക എന്നുള്ളത് അത്യാവശ്യ ബോധമുള്ള ഒരു രാഷ്ട്രീയക്കാരന്റെ ഉദ്ദേശ ലക്ഷ്യമാണ്. നല്ല ചോരക്കറയുള്ളൊരു വാള് വെള്ളത്തിൽ കഴുകിയെടുക്കുമ്പോൾ ഒരു തിളക്കമില്ലേ, അതുപോലെയാണ് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സ്. അതിനകത്ത് നമുക്ക് തർക്കം പറയാനൊക്കത്തില്ല. ചേച്ചിക്ക് ഇത് അറിഞ്ഞുകൂടാ. ചേച്ചിയുടെ പ്രശ്നം അണ്ടി പ്രശ്നമാണ്, നമുക്കത് പരിഹരിക്കാം.